മാണിക്യവീണാമുപലാളയന്തി മദാലസാ മഞ്ജുളവാഗ്വിലാസാ മാഹേന്ദ്രനീലദ്വിതി കോമളാംഗീ മാതംഗകന്യാ മനസാ സ്മരാമി മാതംഗകന്യാ മനസാ സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവതംസി കുചോന്നതേ കുങ്കുമരാഗശോണി പുണ്ഡ്രേഷു പാശാങ്കുശപുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദേകമാതാ മാതാ മരതകശ്യാമ മാതംഗീ മദശാലിനി കുര്യാത് കടാക്ഷം കല്യാണി കദംബവനവാസിനി. ജയ മാതംഗതനയേ ജയ നീലോത്പലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുകപ്രിയേ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. സ്വസ്തികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നിർജ്ജല ഏകാദശിയാണല്ലോ. അപ്പം എന്നോട് കുറേ ആളുകൾ ഏകാദശിയെ കുറിച്ചുള്ള കുറേ ഡൗട്ട്സ് ചോദിച്ചു. അപ്പം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഈ പൊട്ടിൻ്റെ അടിയിൽ കുറി തൊടുന്നതിൻ്റെ ഐതിഹ്യം, അതിന് ഐതിഹ്യം ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഇതിൻ്റെ അടിയിൽ കുറി തൊടുന്നത് എൻ്റെ മൂക്ക് ഭഗവാന്റെ പാദമായിട്ട് ഈ പോർഷൻ അത്രയും സങ്കല്പിച്ചിട്ട് അവിടെ ഒരു തുളസി വെക്കണ പോലെ അത് കളഭാണ് തൊട്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിന് അത് നമ്മൾ ഗോപിചന്ദനം തൊഴില്ല, ഇങ്ങനെ ഗോപി തൊട്ടിട്ട് അതിനെ കുറച്ച് വാല് നീട്ടാന്ന് പറഞ്ഞാൽ അത് തുളസിയാണ്. ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ തുളസി. തുളസിക്ക് അത്രയും മഹാത്മ്യമാണല്ലോ ഉള്ളത്. അപ്പം അത് സങ്കല്പമായിട്ട് കളഭം ഞാനൊരു തുളസി സങ്കല്പമായിട്ട് ഇവിടെ അങ്ങനെ തൊട്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടുമോ? എൻ്റെ ഏകാദശിക്കാണോ? ഏകാദശിക്ക് പകലുറക്കം പാടില്ല. അപ്പം നാളെ നിർജ്ജല ഏകാദശി എങ്ങനെ എടുക്കണം എന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരുടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏകാദശി എങ്ങനെ എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഈ നിർജ്ജല ഏകാദശി ആയത് കാരണം ഏകാദശി ഇപ്പോൾ പലരും എടുക്കാറുണ്ട്. ഫ്രൂട്ട്സും വെള്ളമൊക്കെ കുടിച്ചിട്ട് എടുക്കാറുണ്ട്. ഗ്രെയിൻസ് കംപ്ലീറ്റ് ആയിട്ട്, ധാന്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഡൗട്ട് എന്ന് വെച്ചാൽ ഈ നിർജ്ജല ഏകാദശി ആകുമ്പം വെള്ളം പോലും കുടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ ഈ ഗുളികയൊക്കെ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഗർഭിണികളായിട്ടുള്ള അവർക്ക് ഒരു 7 മാസം വരെ ഇത് ഏകാദശി എടുക്കാം. ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിന് 3 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി എടുക്കാം. അപ്പം അവർക്കൊക്കെ ഈ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ അവർക്ക് പ്രശ്നമാവും. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാണ്ടിരുന്നാൽ പ്രശ്നമാവും. ഈ നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് ഇതുവരെ ഒരു ഏകാദശി എടുക്കാത്തവർ, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ഏകാദശി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഇനി വേറെ ഏകാദശി ഒന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളത് ആണ് ഈ നിർജ്ജല ഏകാദശി. ജലം പോലും കുടിക്കാതെ എടുക്കുക എന്നുള്ളത്. പല ആളുകൾ ഇപ്പോൾ സ്വസ്തികയിൽ തന്നെ ഞാനൊരു 21 ഏകാദശിയോളം നിർജ്ജലമായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നിർജ്ജല ഏകാദശി കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പോൾ പലർക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവും. പിന്നെ നമ്മുടെ ഡയറ്റീഷ്യൻസ്മാരൊക്കെ പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപവസിച്ച് കഴിഞ്ഞാൽ, മീൻസ് വെള്ളം പോലും കുടിക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ മെലിയും, നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ഫാറ്റ് അടിയുക ചെയ്യുക, അതായത് നമ്മൾ കൂടുതൽ തടിക്കുക ചെയ്യുക. അപ്പോൾ അത് ചിലർ ഈ ശരീരത്തിന് ഈ സ്പിരിച്വൽ ആയിട്ടുള്ളതിനും അതുപോലെ ശരീര സംരക്ഷണത്തിനും വേണ്ടിയിട്ട് വ്രതങ്ങൾ ആചരിക്കുന്നവരുണ്ട്. എന്നാൽ അവർ പോലും ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടേ മീൻസ് ഫാസ്റ്റിംഗ് എടുക്കാറുള്ളൂ. അത് ഏതെങ്കിലും ഒരു ടൈമിൽ, ഒന്നില്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം അവർ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിക്ക് അത് ചിലപ്പോൾ നന്നായി വരില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. കാരണം ഈ കലിയുഗത്തിൽ നമ്മൾ വീട്ടിൽ അധികം ഒരുപാട് ശാരീരിക അധ്വാനമായിട്ട് ജോലി ചെയ്യുന്ന ഇതില്ല. വല്ലപ്പോഴും ഒക്കെ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുകയാണ്. അതുപോലെ പുറത്തു പോയിട്ട് വെയിലൊക്കെ ഒത്തിരി അധികം ജോലി ചെയ്യണവര്, അങ്ങനെയുള്ളവർക്കും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം പോലും കുടിക്കാതിരുന്ന ഏകാദശി എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ഒരു 21 ഏകാദശി അത് എടുത്തതെന്ന് വെച്ചാൽ ഒരു 2 വർഷത്തോളം കൊറോണ ടൈമിലാണ് എടുത്തത്. അപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പം അധികം വെയിൽ കൊള്ളാൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പം അതെനിക്ക് പ്രശ്നം ഉണ്ടായില്ല.
പക്ഷെ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നിർജ്ജലായിട്ടും കൂടെ ഏകാദശി എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ സൈഡ് എഫക്ട്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന് എല്ലാത്തിനും വേണ്ടത് ഭഗവാന്റെ കൃപയാണ്. ഭഗവാൻ നമ്മളെ എന്താ തുടങ്ങി വെക്കുന്നത് അത് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഒരു കയ്യൊപ്പ്, ഭഗവാന്റെ കൃപാ കടാക്ഷം വേണം. അത് പോസിറ്റീവായിട്ട് എടുക്കാൻ ഞാൻ ചെയ്യുക. അതായത് എന്തെങ്കിലും നമുക്കിപ്പോൾ വെള്ളം കുടിച്ചു പോയാൽ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചു പോയാൽ ഞാൻ വിചാരിക്കും ഭഗവാൻ പറയണു ഇത്രയൊക്കെ മതി, നീ ഇങ്ങനെ ചെയ്ത മതി, ഇത് തന്നെയാണ് എനിക്കിഷ്ടം, അങ്ങനെയാണ് ഞാൻ എടുക്കുക. അല്ലാണ്ട് നിന്നെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് നെഗറ്റീവ് സെൻസിൽ ഒന്നും എടുക്കാറില്ല. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചതാണ്, അതായത് ഇപ്പൊ പകുതി വെച്ച് നിർത്തിപ്പോയാ എനിക്ക് പാപം കിട്ടുമോ, അതിൻ്റെതായ രീതിയിൽ എടുക്കാതിരുന്നാൽ എനിക്ക് ഇതാവോ? അല്ല, അത് ഭഗവാന്റെ നിശ്ചയമാണ്. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്ത് പറ്റിയാലും അത് ഭഗവാന്റെ ഇച്ഛ, ഭഗവാന്റെ നിശ്ചയം. അങ്ങനെ പറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അത് ഒരു വിഷമവും ഇല്ല, അതിലൊരു സങ്കടം ഉണ്ടാവില്ല. അത് പോസിറ്റീവായിട്ട് എടുക്കുക. അല്ലാതെ അയ്യോ ഇത് ഞാൻ എടുത്തുപോയി, ഇനി എന്നെ ഭഗവാൻ ശിക്ഷിക്കോ, ഞാൻ നരകത്തിൽ പോയി പതിക്കോ, അങ്ങനെയല്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനാണ്, നമ്മുടെ മാതാപിതാവിന് തുല്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് നല്ലത് വരണം എന്നല്ലേ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ വേണം. അതിനേക്കാളും, അതായത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പോലും ചിലപ്പോൾ നമ്മുടെ ചില ഇഷ്ടങ്ങളെ അംഗീകരിക്കാൻ സാധിക്കില്ല. എന്നാൽ അതുപോലും മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈശ്വരൻ, ഭഗവാൻ എന്ന് പറയുന്ന ആള്. അപ്പൊ ആ ഭഗവാനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്താലും അതിൽ പാപമില്ല, പുണ്യമില്ല. പുണ്യമില്ല കേട്ടോ, അതും ശ്രദ്ധിക്കുക. അതിൽ പാപം ഉണ്ടാവില്ല, പുണ്യം ഉണ്ടാവില്ല. അത് ഭഗവാൻ നമ്മൾക്ക് എന്താണോ നല്ലത് അത് ഭഗവാൻ തന്നിരിക്കും. നമ്മളിങ്ങനെ യാചിച്ച് ചോദിച്ച് അർത്ഥിച്ച് മേടിക്കേണ്ട കാര്യമില്ല. ആള് കറക്റ്റ് ആയിട്ടുള്ള കാര്യം കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് തരും. നമ്മൾ ആളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, നമ്മൾ സേവിച്ചുകൊണ്ടേയിരിക്കുക, സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. ആവശ്യമുള്ള സമയത്തിന് ആവശ്യമുള്ള കാര്യം, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഭർത്താവിനെ പോലെ, നമ്മുടെ അച്ഛനെ പോലെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ പോലെ അദ്ദേഹം കറക്റ്റായിട്ട് അതെല്ലാം നമുക്ക് ഓരോരുത്തരിലൂടെ അതൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ ഫലത്തെ കുറിച്ചിട്ട് ചിന്തിക്കരുത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോസിറ്റീവ് മൈൻഡായിട്ട് അത് ചെയ്യുക. അത് എവിടെ തീർന്നു പോയി, അവിടെ മുറിഞ്ഞു പോയി, അത് അയ്യോ ഇത് ഞാൻ ഉറങ്ങിപ്പോയല്ലോ, ഒരു 5 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയോ, എനിക്കിനി പാപം കിട്ടുമോ, അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. പർപ്പസ്ഫുള്ളി അല്ലാതെ നിങ്ങൾ ചെയ്തു പോകുന്ന മിസ്റ്റേക്സുകളൊക്കെ ഭഗവാൻ ക്ഷമിക്കും. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്വീറ്റ് ആണ്, അത്രയും മേഴ്സിഫുൾ ആണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. അപ്പൊ അത് എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് പറ്റുന്ന രീതിയിൽ എടുക്കുക. നിങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിർജ്ജലമായിട്ട് എടുക്കരുത്. നിർജ്ജല ഏകാദശി ആയിക്കോട്ടെ, അത് നിർജ്ജലമായിട്ട് എടുക്കണമെന്ന് കമ്പൽസറി ഇല്ല. അത് പണ്ട് ഭഗവാൻ ഭീമസേനന് ഉപദേശിച്ചു കൊടുത്തതാണ്. അതായത് ഭീമസേനൻ മൃഗോദരനാണല്ലോ, അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാര് 14 സംവത്സരം കാട്ടില് ഒളിച്ചു താമസിക്കുമ്പോൾ അവർക്ക് വിജയം ഉണ്ടാവാനായിട്ടാണ് ഈ ഏകാദശി ഉപദേശിച്ചു കൊടുത്തത്. അതായത് ധർമാർത്ഥ കാമ മോക്ഷങ്ങള് ഒരുമിച്ച് കിട്ടാനുള്ള വഴിയാണ് ഏകാദശി ആചരിക്കുക എന്നുള്ളത്. അത് ഭഗവാൻ ഈ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഇത് ഭീമസേനന് മാത്രം ഒന്നും എടുക്കാൻ പറ്റണില്ല, എല്ലാം ബ്രേക്കായി പോവാണ്. അതായത് അദ്ദേഹത്തിന്റെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ വിഷമിച്ച് ഭഗവാനോട് പറയുമ്പോൾ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്, എന്നാൽ നീ ഈ വർഷത്തിൽ ഒരു ദിവസം വരുന്ന നിർജ്ജല ഏകാദശി അത് എടുത്തോളൂ, ഈ വരുന്ന ഏകാദശി അത് നിർജ്ജലായിട്ട് എടുത്തോളൂ. ഇത് നീ നിർജ്ജലായിട്ട് എടുത്താൽ 24 ഏകാദശിയുടെ ഫലം നിനക്ക് കിട്ടും. അത് ഒരു ഏകാദശി ഒരു രീതിയിലുള്ള ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് നിർജ്ജലായിട്ട് എടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏകാദശി എടുത്തോണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള നിങ്ങൾ എങ്ങനെയാണോ എടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ എടുത്തോ, അതിലൊരു പ്രശ്നമില്ല. പിന്നെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ആയിരുന്നല്ലോ ഏകാദശി കലണ്ടറിൽ, അത് ഞാൻ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. ഗർഗഭാഗവത്തില് രാധാറാണി ഗോപികമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ദശമി ചേർന്ന് വരുന്ന ഏകാദശി വർജ്യാണ്. സൂര്യോദയത്തിന് ശേഷം 1 നാഴികയെങ്കിലും ഏകാദശി തിഥി നിലനിൽക്കുമെങ്കിൽ അന്നാണ് നമ്മൾ ഫാസ്റ്റിംഗ് ആചരിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് 18-ാം തീയതി നമ്മൾ ഏകാദശി വ്രതം ആചരിക്കുന്നത്. ഏകാദശിയും ദ്വാദശിയുടെയും കൂടി ഫലമാണ്. ദ്വാദശി വ്രതം എടുക്കുന്നതിന് ഏകാദശിയുടെ ഒരുപാട് മഹത്വമുള്ളതാ. എത്രയോ ഏകാദശി എടുക്കുന്നതിന് അത്രേ ദ്വാദശി എടുക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ ആ ഏകാദശിയുടെയും ദ്വാദശിയുടെയും കൂടെ ഫലമാണ് നമുക്ക് ഈ ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി എടുക്കുമ്പോൾ കിട്ടണം. അപ്പൊ അതിലൊന്നാണ് നാളെ വരുന്ന ഏകാദശി എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് നല്ല എഫക്റ്റ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് കഴിയണ രീതിയിൽ
ഗ്രെയിൻസ് ഒക്കെ വർജിച്ചുകൊണ്ട് എടുക്കുക. പിന്നെ ഇപ്പോ ചിലർ വിചാരിക്കും അയ്യോ ഞാൻ മറന്നുപോയല്ലോ, നാളെയാണല്ലോ ഏകാദശി, ഇന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു, ഇന്ന് ഞാൻ അത് കഴിച്ചു. അത് കുഴപ്പമില്ല. ഏകാദശിയുടെ സൂര്യോദയം മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഏകാദശി വ്രതം ആചരിച്ചാലും മതി. എന്നാൽ ഒരു ദിവസം മുന്നേ നിങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഉത്തമമാണ്. അത് അങ്ങനെയാണ്. അപ്പൊ അതും ഇനി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും എക്സ്ക്യൂസസ് ഉണ്ട്. ഏകാദശിയുടെ രാവിലെ നിങ്ങൾ എടുത്താലും മതി. ഇനി പുല, വല്ലായ്മ, പീരീഡ്സ് ആണ് സ്ത്രീകൾക്ക്, ഒരു പ്രശ്നമില്ല. ഏത് സമയത്തും നമുക്ക് ഏകാദശി വ്രതം എടുക്കാം, അതിൽ ഒരു പ്രശ്നമില്ല. അതും നിങ്ങൾക്ക് എടുക്കാം. തുളസിയിൽ തൊടാനും പാടില്ല. തുളസി തീർത്ഥം കഴിക്കേണ്ട. സാധാരണ വെള്ളത്തിൽ നമ്മള് മന്ത്രം ചൊല്ലിയിട്ട് ഓം ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജലത്തെ ഉപാസിച്ചുകൊണ്ട് അതിലെല്ലാ പുണ്യ ദേവി ഭഗവാന്റെ പ്രസൻസ് കണ്ടുകൊണ്ട് നമുക്ക് വ്രതം ആചരിക്കാം. പിന്നെ ഏകാദശി നമ്മൾ കറക്റ്റായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ 5 പേരുടെ കാരുണ്യം വേണം. ഒന്ന് ഗണപതി ഭഗവാൻ, അറിയാലോ, വിഘ്നവിനാശനൻ, എപ്പോഴും വിഘ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹത്തെ എപ്പോഴും പ്രാർത്ഥിക്കുക. രണ്ടാമത് നമുക്ക് വേണ്ടത് അഗ്നിദേവൻ. അതായത് നമുക്ക് വിശപ്പ്, നമ്മുടെ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഉള്ളിലുള്ള ജഡരാഗ്നിയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അഗ്നിയുണ്ട്. ആ അഗ്നിയാണ് വിശപ്പ് എന്ന് പറഞ്ഞ് വരുന്നത്. അത് നമ്മൾക്ക് അതിന് നമ്മൾ ശമിപ്പിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ജഡരാഗ്നി, അഗ്നിദേവൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിനോട് അപേക്ഷിക്കുക, എനിക്കിങ്ങനെ വിശപ്പൊന്നും അധികം തോന്നരുതേ എന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്തത് സൂര്യദേവനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ശരീരത്ത് തന്നെയുള്ള ആ കുണ്ടലിനി ശക്തി, ആ പാർവതി ദേവി ആദിപരാശക്തിയെ പ്രാർത്ഥിക്കുക. ആദിപരാശക്തിയെ മാത്രമല്ല, ആദിപരാശക്തി എപ്പോഴും ആരുടെ കൂടെ, ആ കാമേശ്വരനായ മഹാദേവനോടുകൂടി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ പരമാത്മ സ്വരൂപനായിട്ടുള്ള ഈശ്വരൻ, ആ സദാശിവം എന്നുള്ള തത്വം എപ്പോഴാണോ കുണ്ടലിനി ശക്തി ഷഡാധാരങ്ങളിലൂടെ ഉയർന്ന് പൊങ്ങി ആ സദാശിവവുമായി ചേരുന്നത്, ഉണ്ടാവണ ആത്മാനുഭൂതിയാണ്, ആ അമൃതാണ് ശരിക്കുള്ള സച്ചിദാനന്ദം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ ഉമാമഹേശ്വരന്മാരുണ്ട്. അപ്പൊ ആ ഉമാമഹേശ്വരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുക. അതിട്ട് നമ്മള് രാധാറാണിയെ പ്രാർത്ഥിക്കുക. ഈ രാധാറാണിയിലൂടെ മാത്രമേ നമുക്ക് ആ നമ്മുടെ പരമഗുരു ആയിട്ടുള്ള, ആ യോഗേശ്വരനായിട്ടുള്ള, ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള, പരബ്രഹ്മ സ്വരൂപനായിട്ടുള്ള, അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായിട്ടുള്ള ഭഗവാനെ കിട്ടണമെങ്കിൽ രാധാറാണിയുടെ ആ സ്നേഹം നമുക്ക് വേണം. രാധാറാണിയുടെ സെർവന്റ് ആയി മാറണം നമ്മള്. അപ്പൊ രാധാറാണിയെ പ്രാർത്ഥിക്കുക. ഇവരുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഭഗവാനെ ഭജിക്കുക. അപ്പോഴേ നമുക്ക് ഏകാദശി വ്രതം അതിന്റെ പൂർണ്ണതയിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാനും സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഏകാദശി എടുത്ത് ആചരിച്ചു നോക്കൂ. ഇതില് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു 4-5 വർഷമായിട്ട് ഞാനിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കാരണം എന്താ വെച്ചാല് ഒത്തിരി ആളുകൾക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട്. ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും കുറെ ഗോപികമാര് കുറെ ചേട്ടന്മാരൊക്കെ ഓടി വന്നിട്ട് പറയും ഏകാദശി എടുക്കാറുണ്ട്, ഒരു ഏകാദശിയെങ്കിലും എടുക്കും മാസത്തില്, അപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ വന്ന് പറയുമ്പോ അത് തന്നെ ഇനിയിപ്പോ എന്താണ്, ഈ സ്വസ്തികയിലൂടെ തന്നെ ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്താണ് ഇതിന്റെ മാഹാത്മ്യം എന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾ ഏകാദശിയുടെ മഹത്വം നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതാണ് പറയാനുള്ളത്. എല്ലാവരും ഏകാദശി മാക്സിമം എടുക്കുക, അത് പ്രചരിപ്പിക്കുക. അപ്പൊ ഞാൻ എപ്പോഴും ഏകാദശിയുടെ മഹത്വമാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരു ഇൻറ്റ്യൂഷനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തോന്നിയതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉപാസന എന്ന് പറയുന്നത്. ഈ ഒരു കലിയുഗ വരദനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ, മുരുകനെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക. അതായത് ഇപ്പം നമ്മുടെ കാലഘട്ടത്തിൽ ഹിന്ദുസിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാവും, അത് നോർമൽ പ്രോസസ്സ്. പക്ഷെ അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ, അതായത് നിങ്ങളുടെ ഒരു ലസ്റ്റിന്റെ പുറത്തൊരു കുട്ടി ആയിത്തീരുന്നതിൽ ഒരു കാര്യമില്ല. അതായത് അത് ഒരു ലസ്റ്റിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരു ലസ്റ്റ് തോന്നിയിട്ട് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ആ കുട്ടിയെ കൊണ്ട് സമൂഹത്തിനോ ആർക്കും ഒരു ഉപയോഗം ഉണ്ടാവില്ല. അത് അച്ഛനമ്മമാർക്ക് തന്നെ അത് പിന്നീട് ഒരു ദോഷമായിട്ട് വരികയും ചെയ്യും. അപ്പൊ നല്ല കുട്ടികൾ, നല്ല സന്താനങ്ങൾ ഉണ്ടാവാനായിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ അതിനു മുൻപേ എന്തായാലും അവർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കുട്ടികളെ കൊണ്ട് നമ്മൾക്ക് മാത്രമല്ല സമൂഹത്തിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം.
കുറേ കുട്ടികളെ പ്രസവിച്ചത് കൊണ്ട് കാര്യമില്ല, 5, 6, 10 കുട്ടികളെയൊക്കെ പ്രസവിച്ച് ഇട്ടത് കൊണ്ട് കാര്യമില്ല. ഒരു കുട്ടി ആയിക്കോട്ടെ, അതിനെ കൊണ്ട് നല്ലതുണ്ടാവണം. നമുക്ക് മാത്രമല്ല, സ്വാർത്ഥപരമായിട്ട് മാത്രമല്ല, ഈ ലോകത്തിന് നന്മ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇനിയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട അതാണ്. നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് അച്ഛനമ്മമാരാണെങ്കിൽ ഉണ്ടാക്കണ കുട്ടിയോള് നല്ല ക്വാളിറ്റി ഉള്ള മക്കളെ ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രധാനമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. അതായത് കല്യാണം കഴിക്കാത്ത മക്കളെ, പെൺകുട്ടികളോട് അച്ഛനമ്മമാർ പറയുക, മാസത്തിൽ ഒരിക്കലുള്ള ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക. അത് നിങ്ങൾക്ക് നല്ലതായിട്ട് വരും. വീരശൂര പരാക്രമികളായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള, നല്ല സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള മക്കൾ ഉണ്ടാവണം. അത് എന്തിനാ? വെറുതെ അല്ല, സമൂഹത്തിന് ഉപയോഗമുള്ള കുട്ടികളായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതാണ്, അതായത് വിവാഹം കഴിഞ്ഞ സന്താനോൽപത്തി ഒരു നോർമൽ പ്രോസസ് ആവാതെ അതിനു വേണ്ടി ടൈം എടുക്കുക. അതായത് ഭാര്യയും ഭർത്താവും കൂടെ വ്രതങ്ങൾ അനുഷ്ഠിക്കുക, നാമങ്ങൾ ചൊല്ലുക, ക്ഷേത്രങ്ങളിൽ പോയിട്ട് നല്ല കുട്ടികൾ ഉണ്ടാവാനുള്ള പൂജകൾ ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പരസ്പരം ഞാൻ ഈയിടെ വായിച്ചൊരു കാര്യമാണ്. അതായത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കണം. അതായത് ഈ ലോകത്ത് ഒരു ഭഗവാന്റെ അടുത്തിരിക്കുന്ന ഒരു നല്ലൊരു സോള്, അത് എൻ്റെ കുട്ടിയായിട്ട്, എൻ്റെ മകളായിട്ട്, എൻ്റെ മകനായിട്ട് വരണേ എന്ന് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നല്ലൊരു സോളായിരിക്കണം എൻ്റെ കുഞ്ഞായിട്ട് വരേണ്ടതെന്നുള്ളത് നമ്മൾ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് സന്താനോൽപത്തിയെ കുറിച്ച് ചിന്തിക്കുകയും കൂടി ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അതുപോലെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും ശ്രീമദ് ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഉറപ്പായിട്ടും വായിക്കുകയോ കേൾക്കുകയോ ചെയ്യണം. അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ അടുത്ത സമയത്ത് അമൃതാനന്ദ ദേവിയുടെ ആശ്രമത്തിൽ പോയല്ലോ, വള്ളിക്കാവ്. അപ്പൊ അവിടെ ഞാൻ കുറേ കുഞ്ഞുങ്ങളെ കണ്ടു. അതായത് അവര് കൺസീവ് ചെയ്യുന്നത് മുതൽ ഗർഭാവസ്ഥയിൽ വരെ അവിടെ ഇരുന്ന അമ്മയുടെ കാര്യങ്ങൾ, അമ്മ പറയുന്ന ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങള്, ഭഗവാന്റെ സൂക്തങ്ങള്, ഭഗവാനെ കുറിച്ച് നല്ല നല്ല മോട്ടിവേഷണൽ വീഡിയോസ്, മീൻസ് കാര്യങ്ങളൊക്കെ കേട്ട് ഉണ്ടായ കുട്ടികൾ അവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവരൊക്കെ എന്റെ അടുത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ വെരി ബ്രില്യന്റ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള നല്ല നല്ല മക്കള്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവര് പറഞ്ഞു ഇവൻ ഇവിടെ തന്നെയാണ് വളർന്നത്, അമ്മയുടെ കാര്യങ്ങൾ കേട്ടിട്ടാണ് ഇവിടെയാണ് വളർന്നത് എന്ന് പറയുമ്പോ അതെനിക്ക് വളരെ ഇതായിട്ട് തോന്നി. സത്യമാണ്, ഇത് കേട്ട് അച്ഛനമ്മമാര് ഇതേ രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ കേട്ടിട്ടാണ് കുട്ടിയെ കൺസീവ് ചെയ്യുന്നത്. അതുപോലെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ കുട്ടി കേൾക്കണതോ ഇതുപോലെ ഭഗവാന്റെ കാര്യങ്ങൾ, നല്ല നല്ല മോട്ടിവേഷണൽ ആയിട്ട് കാര്യങ്ങൾ കേട്ടിട്ട് വരുന്ന കുട്ടികൾ ഒരു 3 വയസ്സ് മുതലേ ചർവറാ സംസാരിക്കുക മാത്രമല്ല, ഭഗവത്ഗീതയൊക്കെ ഇങ്ങനെ ചൊല്ലാണ് 3 വയസ്സിലൊക്കെ. അപ്പൊ എത്ര ക്വാളിറ്റി ഉള്ള മക്കളെയാണ് കിട്ടുക സമൂഹത്തിന്. അപ്പൊ ഇതാണ് പറയാം. അതുപോലെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ എടുത്തുകൊണ്ട് പോയി സെൽഫി എടുക്കുക, അങ്ങനെയല്ല. ആദ്യം കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ ചെവിയിൽ ആദ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇതാണ് ചെവിയിൽ കേൾപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഏത് മൂർത്തിയാണോ ഉപാസിക്കുന്നത്, നിങ്ങൾ ഏത് ഈശ്വരനെയാണോ ആരാധിക്കുന്നത്, ആ ആരാധിക്കുന്ന ഭഗവാൻ, നിങ്ങളെ ഏതോ ഒരു അൾട്ടിമേറ്റ് എന്നുള്ള രീതിയിലല്ലേ ഈശ്വരനെ കാണുന്നത്. ആ ഈശ്വരന് ഏത് പേരും ആകട്ടെ, ഏത് ഭാഷയിലും ആകട്ടെ, ആ ഭഗവാന്റെ പേരാണ് ആ കുട്ടിക്ക് ചെവിയിൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അതിന് പകരം അത് വേറെ എന്തൊക്കെയോ ഒക്കെയാണ് ഇപ്പൊ ഉള്ള ആളുകൾ കാണിക്കുന്നത്. നാവില് സ്വർണ്ണം അരച്ച് വെച്ചു കൊടുക്കും, അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കും. അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്, ആചാരങ്ങളൊക്കെ നല്ലതാ. പക്ഷെ അതിനു മുന്നേ അവൻ കേൾക്കേണ്ട പേര്, കാരണം അവൻ വയറ്റുനിന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, ഭഗവാനെ എന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇതിനുള്ളിൽ ഇട്ടിരിക്കുന്നത്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ആ പ്രവർത്തികൾ ഭഗവാന് വേണ്ടി ചെയ്യാൻ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞിനെ താലോലിക്കുക, വാത്സല്യമാവുക, അവന്റെ പിന്നാലെ നടക്കുക, അവളുടെ പിന്നാലെ നടക്കുക. അപ്പൊ കുഞ്ഞിന്റെ കർത്തവ്യവും കടമയും അങ്ങ് മറന്നു പോവാ. അപ്പൊ അവൻ പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ അവനെ ഓർമ്മിപ്പിക്കണം, നിന്നെ ഇപ്പൊ പുറത്ത് ഇറക്കിയിരിക്കണ തന്നെ അങ്ങോർക്ക് വേണ്ടിയിട്ടാണ് നീ ജീവിക്കേണ്ടതെന്നുള്ളത് അപ്പോഴേ ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഓർമ്മിപ്പിക്കണം കുട്ടിയെ, എപ്പോഴും ഓർമ്മിപ്പിക്കണം ഭഗവാനെ. അപ്പൊ അങ്ങനെയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മക്കളെയാണ് ഇനി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാണ്ട് ചുമ്മാ ലസ്റ്റിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉണ്ടാക്കി വെറുതെ കുട്ടികളെ കൊണ്ടൊരു ഉപയോഗമില്ല. കാരണം മൊത്തവും കഷ്ടപ്പാട്, അച്ഛനമ്മമാർക്ക് കഷ്ടപ്പാട്, നാട്ടുകാർക്ക് കഷ്ടപ്പാട്, വെറുതെ ഒരു കാര്യമില്ലാതെ കുറെ മക്കളെ ഉണ്ടാക്കാം.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കാതെ ക്വാളിറ്റി ഉള്ള കുട്ടികളെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക. കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന 6ാമത്തെ ദിവസം, അതായത് 1 തുടങ്ങി 6ാമത്തെ ചന്ദ്രമാസത്തിലെ 6ാമത്തെ ദിവസമാണ് ഷഷ്ടി വ്രതം. ഇതിന് ഷഷ്ടി എന്ന് പേര് വരാൻ തന്നെ കാരണം സുബ്രഹ്മണ്യന്റെ വാമഭാഗം അലങ്കരിക്കുന്ന ദേവസേന അമ്മയാണ് ഷഷ്ടി എന്ന് വിളിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ, അതായത് ഒരു ഈസ്റ്റ് ഭാഗത്ത് ഷഷ്ടി ദേവി എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞിനെ മടി വെച്ചിരിക്കുന്ന ഒരു ദേവിയാണ്. അതായത് കുട്ടികൾക്കുള്ള അമ്മയാണത്. കുട്ടികൾ ഉണ്ടാവാനും ആ ഒരു 3-3.5 വയസ്സ് വരെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബാലാരിഷ്ടതകൾ എല്ലാം പരിഹരിക്കാനും കുട്ടികളുടെ ഒപ്പം നടക്കുന്ന ദേവിയാണ് ഷഷ്ടി മാത എന്ന് പറയുന്നത്. അപ്പൊ ആ ഷഷ്ടി അമ്മയെ പ്രാർത്ഥിച്ച് ഒരു നല്ല കുട്ടി ഉണ്ടാവാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുന്നതാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ഇനിയിപ്പോ കുട്ടികൾ ഉള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ മക്കൾക്ക് ചെറിയ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, ആൺകുട്ടികളാകുമ്പോ പ്രത്യേകിച്ചു. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുള്ള അമ്മമാര് ഷഷ്ടി വ്രതം എന്തായാലും എടുക്കണം. അവരുടെ മക്കള് നല്ല കുട്ടികളായിട്ട് വരും, അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് വരും. ഇപ്പൊ ഏകാദശി വ്രതമൊക്കെ നമ്മൾ ആചരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മോക്ഷം കിട്ടണം, നമുക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കിട്ടണം, ഭഗവാന്റെ ഇഷ്ടം കിട്ടണം, ഒക്കെ ശരി തന്നെയാണ്. അത് ഏകാദശി വ്രതം നമ്മൾക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഷഷ്ടി വ്രതം എല്ലാ അമ്മമാരും, പ്രത്യേകിച്ച് ഞാൻ പറയാണ്, എല്ലാ അമ്മമാരും അവരുടെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാര് മക്കൾക്ക് വേണ്ടി എടുക്കേണ്ട വ്രതമാണ് ഷഷ്ടി വ്രതം. പാർവതി ദേവി സ്കന്ദന് വേണ്ടിയിട്ട് എടുത്ത വ്രതമാണ്. അപ്പൊ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കണ വ്രതമാണ്. മക്കളിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട്. പെൺകുട്ടികൾ ഉള്ളവർ എടുക്കണം. മക്കൾ എന്ന് പറയുമ്പോൾ എല്ലാം വരും, ആൺകുട്ടികളും പെൺകുട്ടികളും വരും. പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കണ വ്രതമാണ്, അമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കണ വ്രതമാണ് ഷഷ്ടി വ്രതം എന്ന് പറയുന്നത്. അത് എല്ലാവരും എടുക്കുക. ഞാൻ ഇത് പറയാൻ ലേറ്റായി പോയത്, ഇത് അറിയാൻ ഞാൻ ലേറ്റായി പോയതുകൊണ്ടാണ്. അപ്പൊ ഓരോ അറിവുകളും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഇതൊരു മഹാസാഗരാണ്, അതിന്റെ മുന്നിൽ നിൽക്കണ വെറും ചെറിയ കുട്ടികളാണ് നമ്മള്. അപ്പൊ അതുപോലെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോഴായിരിക്കും ചില ആളുകൾക്ക് അതങ്ങനെ ഉണ്ടല്ലേ, എന്നാ അങ്ങനെ ഇതാക്കി എത്ര നല്ല കാര്യങ്ങളാ നമ്മുടെ നാട്ടില് ഉപയോഗമുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോ സ്കന്ദനെ പോലെയുള്ള മക്കളെ കിട്ടാൻ, അച്ഛനമ്മമാരോട് സ്നേഹമുള്ള, അച്ഛനമ്മമാരെ റെസ്പെക്ട് ചെയ്യുന്ന, ഈ സമൂഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന, അതുപോലെ അധർമ്മികളെ നിഗ്രഹിക്കുക. അത് പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള പോലീസ് ഓഫീസേഴ്സ്, നല്ല ക്വാളിറ്റി ഉള്ള പട്ടാളക്കാര്, നല്ല ക്വാളിറ്റി ഉള്ള ജനസേവകര്, നല്ല ക്വാളിറ്റി ഉള്ള പൊളിറ്റീഷ്യന്മാര്, അങ്ങനെയുള്ള എല്ലാവരും അതാണ് ഇനി വരേണ്ടത്. അപ്പൊ അതിന് ഇപ്പോഴേ തുടങ്ങാം. അപ്പൊ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോ, 20 വർഷമൊക്കെ കഴിയുമ്പോ നല്ല കുട്ടികള്, നല്ല ആളുകള് ഉണ്ടാവണം. അപ്പൊ അപ്പോഴാണ് ഇപ്പോ കലിയുഗം അവസാനിച്ച് സത്യയുഗം തുടങ്ങിയെന്ന് പലരും പറഞ്ഞു തരണമെങ്കിൽ, ആ സത്യയുഗം ഉണ്ടാവണമെങ്കിൽ അതിന്റെ ബേസിക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആത്മാവിലാ ഭഗവാൻ അവതരിക്കുക. അപ്പോ അടുത്ത ഷഷ്ടി തൊട്ട് അച്ഛനമ്മമാര് ഒരുമിച്ചെടുത്താൽ ഏറ്റവും നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. അച്ഛനമ്മമാര് ഒരുമിച്ചെടുക്കുക. അതുപോലെ പുരുഷ സൂക്തവും ഭാഗ്യ സൂക്തവും ഒരുമിച്ച് പഠിച്ച് ചൊല്ലുക. അത് എന്നും ചൊല്ലിക്കഴിഞ്ഞാല് ഉത്തമനായിട്ടുള്ള സന്താനങ്ങൾ ഉണ്ടാവും എന്നാ പറയുന്നത്, പുരുഷ സൂക്തവും ഭാഗ്യ സൂക്തവും. അപ്പൊ അതൊക്കെ നിങ്ങള് ചെയ്യാ. ആകെ മൊത്തം ടോട്ട പറഞ്ഞ എന്നും പട്ടിണിയാണ്, എന്നും പട്ടിണിയല്ല. ഇപ്പൊ നമുക്ക് 365 ദിവസം ഉണ്ടല്ലോ, അതില് മാസത്തിൽ ഒരു 2 ദിവസം 24 ദിവസം നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുന്നു. അതിപ്പോ നിങ്ങൾ ഏത് ഡയറ്റീഷ്യന്മാരോട് ചോദിച്ചാലും അവർ പറയും, ഒരു 10-15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എടുക്കണം, നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലതാ. അതായത് നമുക്ക് 7 ദിവസം 6 ദിവസം കൂടുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു സൺഡേ തരുന്നില്ലേ, അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക അവയവങ്ങൾ അത് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ, അതുങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പൊ ഇടയ്ക്ക് ഒരു വ്രതം എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ ഷഷ്ടി വ്രതം എല്ലാ മാസവും വരുന്നുണ്ട്. പിന്നെ തുലാമാസത്തിൽ വരുന്ന 6 ദിവസത്തെ ഷഷ്ടി വ്രതം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് എടുക്കുന്നവര് ഈ വർഷത്തിലുള്ള വ്രതം എടുക്കണ്ടെന്നാ പറയണത്. മാത്രമല്ല 18 ഷഷ്ടി വ്രതം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഷഷ്ടി വ്രതം എടുക്കുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കണം, ഷഷ്ടി മാതാ ദേവസേന അമ്മ, അതായത് സുബ്രഹ്മണ്യന്റെ കൗമാരി ദേവി എന്നൊക്കെ പറയും നമ്മള്. അദ്ദേഹത്തിന്റെ വാമഭാഗ അലങ്കരിക്കുന്ന ദേവിയാണ് ഷഷ്ടി ദേവി. അപ്പൊ ആ ഷഷ്ടി ദേവി, നമ്മൾ ഏകാദശി എന്ന് പറഞ്ഞാൽ
ഭഗവാന് വേണ്ടിയിട്ടാണ് എടുക്കണമെങ്കിൽ ആരാ ഏകാദശി? ഭഗവാന്റെ യോഗമായ ശക്തിയായാണ് അമ്മ ഏകാദശി ദേവി എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാം പരിപൂർണമാണെങ്കിൽ അവിടെ ശക്തി ഉണ്ടാവണം, ഇവിടെ ദേവി സാന്നിധ്യം ഉണ്ടായാലേ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജഡാണ്, അതിന് പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടണമെങ്കിൽ കൂടെ ശക്തി ഉണ്ടാവണം, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതാണ് ഇപ്പൊ ശാക്തേയ ഉപാസനകളിലും പറയണ അങ്ങനെയാണല്ലോ. ഇപ്പൊ ശാക്തേയ ഉപാസനകളില് സന്യാസി വര്യന്മാരില്ല, അവിടെ ഗൃഹസ്ഥാശ്രമികളാണുള്ളത്. അതായത് പുരുഷനും അതായത് ഗുരുവായിട്ടിരിക്കുന്ന ആ പുരുഷനും ദീക്ഷ ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണിക്കും ദീക്ഷ ഉണ്ടാവും എന്നാ പറയണത്. രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ശ്രീവിദ്യോപാസന നടത്തുക എന്നാ പറയണത്. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. ഭാര്യയും ഭർത്താവും ചേർന്നിട്ടുള്ള ഉപാസനയാണ് ശാക്തേയ ഉപാസന, ദേവി ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഉണ്ടെങ്കിലേ കംപ്ലീറ്റ് ആവുള്ളൂ. രണ്ടും പിന്നെ ഭഗവാനെ പോലെ തന്നെ ധർമ്മ അർത്ഥവും കാമവും മോക്ഷവും നമുക്ക് തരാൻ പറ്റുന്ന ആളാണ് ഭഗവാന്റെ ശക്തിയായ മഹാത്രിപുര സുന്ദരി ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണത്. അപ്പൊ ഭഗവാനെ പോലെ തന്നെ മോക്ഷം നമുക്ക് തരാനുള്ള എല്ലാ പവറുള്ള ആളാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയെ ദിവസവും ഭഗവാന്റെ ഒപ്പം തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ ദേവിയെ രാധാറാണി ആയിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ള ആ മേഴ്സിഫുൾ ആയിട്ടുള്ള പാവായിട്ടുള്ള രൂപത്തിൽ കാണാൻ എനിക്കിഷ്ടം. ഞാൻ രാധാറാണി ആയിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ ചൊല്ലിയ മന്ത്രം എന്ന് പറഞ്ഞാൽ ശ്യാമളാ ദണ്ഡകാണ്. ഇത് ശ്യാമളാ ദണ്ഡകം വളരെ നല്ലതാണ്. എന്നോട് ഇപ്പോൾ ഇന്നാൾ ഒരു ലേഡി ഒരിക്കലും 2 ദിവസത്തിന് മുന്നേ എനിക്ക് ചോദിച്ചു, എൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ്, അത് ഒന്ന് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അതുപോലെ പഠിക്കാൻ നല്ല ഒരു അമ്മ ചോദിച്ചു, കുട്ടികൾ പഠിക്കാനും അവർക്ക് നല്ല വാക് സാമർഥ്യം ഉണ്ടാവാനും ശ്യാമളാ ദണ്ഡകം മാതംഗി ദേവി മഹാത്രിപുര സുന്ദരിയുടെ മന്ത്രിണി ദേവിയാണ് മാതംഗി ദേവി. മാതംഗി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് കാളിദാസൻ രചിച്ചതാണ് ശ്യാമളാ ദണ്ഡകം. ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് കാളിദാസൻ വളരെ വാഗ്മിയായി മാറിയതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര രസമാണ് വായിക്കാൻ. ഇത് ഒരു കുഞ്ഞു പുസ്തകമാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് വായിച്ചു നോക്കൂ, അല്ലെങ്കിൽ കേട്ട് നോക്കൂ. ശ്യാമളാ ദണ്ഡകം ദേവി മാതംഗി ദേവി എന്ന് പറഞ്ഞാല് വാക്ക്, സംഗീതം, കലകളുടെയൊക്കെ ദേവിയാണ്. അപ്പം ഇത് സൂര്യോദയത്തിന് മുന്നേ നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. മാതംഗി ദേവിയുടെ ഉപാസന എന്ന് പറയുമ്പം രാത്രിയിൽ സന്ധ്യയ്ക്ക് ശേഷം ചെയ്യാൻ പാടില്ല എന്ന് പറയാം. അപ്പൊ രാവിലെയൊക്കെയാണ് നമ്മൾ ഇത് വായിക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വായിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ വായിക്കാൻ പഠിപ്പിക്കുക. ഇതൊക്കെ അവർക്ക് വളരെ നല്ലതാണ്. അവർ നല്ല വാക് സാമർഥ്യമുള്ള, നല്ല കലകളില് നൈപുണ്യമൊക്കെ ഉള്ള കുട്ടികളായിട്ട്, പ്രത്യേകിച്ച് പാട്ട് പാടുക, നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യണം കുട്ടികളെ ശ്യാമളാ ദേവിയെ ഉപാസിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സൗന്ദര്യ ലഹരിയെ കുറിച്ചിട്ടാണ്. ഞാനിപ്പോ 3 ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടു. സൗന്ദര്യ ലഹരി എല്ലാവരും പഠിക്കാനോ കേൾക്കാനോ വായിക്കാനോ ശ്രമിക്കുക. അത് ദേവിയെ കുറിച്ചിട്ടുള്ളതാണ്. അതിലെ 100 ശ്ലോകങ്ങളാണുള്ളത്. അതായത് പരമശിവന് മഹാത്രിപുര സുന്ദരിയായ ദേവിയുടെ സൗന്ദര്യം അങ്ങോട്ട് വർണ്ണിക്കണം തോന്നിയിട്ട് 100 ശ്ലോകങ്ങളായിട്ട് എഴുതി. പിന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം തോന്നിയപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ശ്രീ ശങ്കരാചാര്യയായിരുന്നു. നേരെ വിളിപ്പിക്കും കൈലാസത്തിലേക്ക്. എന്നിട്ട് 100 ശ്ലോകങ്ങൾ എഴുതിയിട്ട് അത് താളിയോലയിലാക്കി അങ്ങോട്ട് ഏൽപ്പിക്കും. എന്നിട്ട് ഇത് എല്ലാവർക്കും പ്രചരിപ്പിക്കൂ, പറഞ്ഞു കൊടുക്കൂ എന്ന് പറയും. അപ്പൊ അതും കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി കൈലാസം ഇറങ്ങി വരുമ്പോൾ നന്ദികേശ്വരൻ വിചാരിക്കും ഇത് അവിടെ നിന്ന് എങ്ങാണ്ടോ കൊണ്ടുപോകുന്നതാണ്, എന്താ കാര്യം എന്ന് വെച്ചിട്ട് പിടിച്ചു വലിക്കും. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിടിവലിയാവുമ്പോൾ അതിന്റെ പകുതി പോർഷൻ കീറിപ്പോവും. അങ്ങനെ 41 ശ്ലോകങ്ങൾ അടങ്ങിയ താളിയോലയെ അദ്ദേഹത്തിന്റെ കയ്യിൽ അവശേഷിക്കുള്ളൂ. ശങ്കരാചാര്യർക്ക് ഒരുപാട് സങ്കടാവും. അപ്പോ അദ്ദേഹം ചെന്ന് കൈലാസത്തിൽ പോയിട്ട് മഹാദേവനോട് വിഷമം പറയുമ്പോൾ അദ്ദേഹം പറയും, ഈ 41 ശ്ലോകങ്ങൾ ഞാൻ ദേവിയെക്കുറിച്ച് എഴുതി, അമ്മയെ നീ കണ്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നീ ബാക്കിയുള്ള 59 ശ്ലോകങ്ങൾ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ 41 പ്ലസ് 59 ശ്ലോകങ്ങൾ. 59 ശ്രീ ശങ്കരാചാര്യർക്ക് ദേവി മനോമുഗ്രത്തിൽ ആ യോഗശക്തിയിൽ യോഗസിദ്ധിയിൽ കാണിച്ചു കൊടുത്തു ദേവിയുടെ സ്വരൂപം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള 100 ശ്ലോകങ്ങൾ അടങ്ങിയ സൗന്ദര്യ ലഹരി, ദ വേവ്സ് ഓഫ് ബ്യൂട്ടി, അതായത് ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ രൂപലാവണ്യം മാത്രമല്ല, അതല്ല ദേവിയുടെ സൗന്ദര്യം. ദേവിയുടെ ഓരോന്നിനും സൗന്ദര്യമാണ്. ദേവിയുടെ പാദങ്ങൾ മാത്രം മതി എന്നാ പറയണത്. ദേവിയുടെ പാദത്തെ മാത്രമാണ് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഉപാസിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അവരുടെ കർമ്മങ്ങൾ പോലും ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. കാമദേവൻ ചുമ്മാ വില്ലും കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. അത് പ്രവർത്തിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവണമെങ്കിൽ ദേവി കടാക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനും ആ ഒരു ശക്തി, ഊർജം വേണം. ആ ഊർജം എന്ന് പറയുന്നത് ദേവിയാണ്. അതാണ് ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പൊ ദേവി ഇല്ലാണ്ട് ഒന്നും കംപ്ലീറ്റ് ആവില്ല. ദേവി ഇല്ലാണ്ട് ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവതും
സോറി, ശിവശക്തിയുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് തെറ്റാതെ വായിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ എന്താ പറയണെന്ന് വെച്ചാല് ശിവൻ ശക്തിയോടുകൂടി ചേർന്നാലേ അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംഹരിക്കാനും പരിപാലിക്കാനുള്ള ആ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ദേവി വേണം. അതുപോലെ സമർത്ഥരായി മാറണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹമാണ്. അത് നിങ്ങളുടെ മുജ്ജന്മത്തിലോ എപ്പോഴോ ആ ദേവി കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കഴിവാണ്. എന്ത് കഴിവാണോ ഒരു കുട്ടിക്ക് അല്ലെ നിങ്ങൾക്കുള്ളത്, അപ്പൊ ആ ദേവിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് ദേവി അങ്ങോട്ട് പ്രശംസിക്കുന്നതാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. അപ്പം ആർക്കായിരുന്നാലും ഇപ്പോൾ നമുക്ക് ഒരാളെ അടുത്ത് പ്രശംസിക്കണമെങ്കിൽ അസൂയാരഹിതമായിട്ടുള്ള മനസ്സുണ്ടാവണം. അതായത് നമ്മളെക്കാൾ അറിവും കഴിവും നമ്മളെ പോലെ ഒപ്പായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ അത്ര ഇല്ലാന്നായിക്കോട്ടെ, എന്തായിരുന്നാലും ഒരു അറിവോ കഴിവോ സൗന്ദര്യം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതും ഉള്ള ഒരാളെ അത് നന്നാണ്, അത് നല്ലതാണ്, നിങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ ഇത് നല്ലതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് അസൂയാരഹിതമായിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. അപ്പൊ ദേവി എന്ന് പറയുന്നതാണ് എല്ലാം. ഇന്ന് നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സൗന്ദര്യ വസ്തുക്കളിലും ഉള്ളത് ദേവിയാണ്. അത് ദേവിയുടെ ഒരു അംശം മാത്രമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ദേവിയാണ്. ദേവിയെ നമ്മൾ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ദേവിയുടെ ആ കഴിവിൽ നമുക്കൊരു അസൂയ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ദേവിയെ അസൂയാരഹിതമായ മനസ്സോടുകൂടി ദേവിയുടെ ആ സൗന്ദര്യത്തെ വർണ്ണിച്ച് ആ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ച് ആ ദേവിയുടെ പാദത്തിൽ വീഴാനുള്ള ആ ഒരു മനസ്സ്, ആ പ്യോർ ഹാർട്ട്, ആ പ്യോർ മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ ദേവി നമ്മളെ സ്വീകരിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതൊക്കെ പഠിക്കാനും വായിക്കാനും തോന്നുള്ളൂ എന്നാ പറയണത്. അപ്പൊ ആ പ്യോർ ആയിട്ടുള്ള അസൂയാരഹിതമായിട്ടുള്ള ആ മനസ്സോടുകൂടി നമ്മൾ ദേവിയെ അങ്ങോട്ട് പ്രകീർത്തിക്കുകയാണ്. അതാണ് സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. അപ്പൊ അമ്മയെ അങ്ങോട്ട് പ്രകീർത്തിക്കുമ്പോ അമ്മ വളരെ സന്തോഷവതിയാവും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ മുഖസ്തുതി പറയണത് ഭയങ്കര ഇഷ്ടമാണ്. അവര് നല്ലതാണ്, നിന്റെ ഡ്രസ്സ് നല്ലതാണ്, അത് നല്ലതാണ്, ഇത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഏത് സ്ത്രീകളായിക്കോട്ടെ പുറത്തിങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരു ലഡ്ഡു അങ്ങോട്ട് പൊട്ടും. അപ്പൊ പ്രത്യേകിച്ച് ആദിപരാശക്തിയായ അമ്മയെ കുറിച്ച് സ്വന്തം ഭർത്താവായിട്ടുള്ള ശിവൻ തന്നെ എഴുതുന്നതാണ്, എഴുതിയിരിക്കുന്നതാണ് ഈ സൗന്ദര്യ ലഹരി എന്ന് പറയണം. അപ്പൊ എന്തായാലും അത് അങ്ങട് ദേവി അങ്ങട് അത്രയ്ക്ക് അങ്ങട് ഇഷ്ടായി. സ്വന്തം ഭർത്താവ് തന്നെ ഇത്ര പ്രകീർത്തി ചെയ്തിരിക്കുക. അത് പിന്നെ ഭക്തജനങ്ങൾ അങ്ങോട്ട് പാടി അദ്ദേഹത്തിന് അമ്മയെ സ്തുതിക്കാന്ന് പറയുമ്പോ എന്താ അതിന്റെ ഫലം? അമ്മ ചോദിക്കണത് അങ്ങോട്ട് തരും. അപ്പൊ അതാണ് ദേവിയുടെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ 3 ശ്ലോകങ്ങൾ പാടി ഇട്ടിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയണ രീതിയിൽ അതിന്റെ അർത്ഥവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും നല്ല പുസ്തകം കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളുടെ സൗന്ദര്യ ലഹരിയുടെ പുസ്തകമാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംഗാ ബുക്സിൽ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് ഗംഗാ ബുക്സുകാരാണ് ഇത് അയച്ചെന്നത്. നല്ല അർത്ഥമൊക്കെ ഉള്ള ബുക്കാണ്. അതുപോലെ വേറൊരു പുസ്തകം എനിക്ക് ഗംഗാ ബുക്സുകാർ അയച്ചു തന്നു. ഇതെന്ന് പറഞ്ഞാൽ വളരെ നല്ല പുസ്തകം. അതായത് ഇതില് ദേവിയുടെ കുറെ കാര്യങ്ങളുണ്ട്. പുരുഷ സൂക്തം, ഭാഗ്യ സൂക്തം, അങ്ങനെ കുറെ മന്ത്രങ്ങളുണ്ട്. മഹാലക്ഷ്മിമാരെ സ്തുതിക്കുന്നത്, അതായത് ഇപ്പോ എന്താ പറയാ, മഹാലക്ഷ്മി 8 ദേവിമാരുടെ സ്തുതി ഗീതങ്ങളുണ്ട്. പിന്നെ എന്തൊക്കെയാണ് സരസ്വതി മന്ത്രം, നവരാത്രി പൂജ എങ്ങനെയാ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ദുർഗാധ്യാനം, വനദുർഗാധ്യാനം, ശ്രീ ലക്ഷ്മി അഷ്ടോത്തര ശതനാമാവലി ഉണ്ട്. പിന്നെ ഗായത്രി മന്ത്രത്തിന്റെ ഉപാസന ക്രമങ്ങളുണ്ട്. കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ദേവീ ക്ഷേത്രങ്ങള്, പിന്നെ ദേവി മഹാത്മ്യം കിളിപ്പാട്ടായിട്ടുണ്ട്. ദേവി മഹാത്മ്യം സംസ്കൃതത്തിൽ വായിക്കാൻ അറിയാത്തവർക്ക് ഇതിൽ കിളിപ്പാട്ടായിട്ട് 13 അധ്യായവും മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ സർവ്വ ഐശ്വര്യ സിദ്ധിക്കുള്ള മന്ത്രങ്ങള്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിൽ ദേവിയുടെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ പുസ്തകങ്ങൾ ഇത് തിരുവോണം പബ്ലിക്കേഷൻസിന്റെ ആണ്. ഈ പുസ്തകം തിരുവോണം പബ്ലിക്കേഷൻസിന്റെ. അപ്പൊ ഈ പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗംഗാ ബുക്സിൽ വിളിച്ചിട്ട് പറയാം. അതിന്റെ നമ്പർ ഞാൻ തരാം, 8606164715.
ഞാൻ മുന്നേയും പറഞ്ഞു ഞാനൊരു പുസ്തകത്തിൻ്റെത് ഗംഗാ ബുക്സിൻ്റെത് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അതിന്റെ നമ്പർ ഇടാൻ മറന്നുപോയി. അപ്പൊ ഈ സൗന്ദര്യ ലഹരിയുടെ പുസ്തകങ്ങൾ ഞാൻ ഗംഗാ ബുക്സ് എന്നാണ് വാങ്ങിയത്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ ചെയ്ത് അപ്പൊ തന്നെ തരൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഇത് പറയണത്. 8606164715. അപ്പൊ ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് ഞാൻ ഇടുന്ന ശ്ലോകങ്ങൾ ആഴ്ചയിൽ 2 ശ്ലോകം വെച്ച് ഞാൻ ഇട്ട് തരാം. അപ്പൊ അത് നിങ്ങൾ കേൾക്കുക, എന്നിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി ചൊല്ലാനും വായിക്കാനും. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ട്യൂണിലൊന്നും ചൊല്ലാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് സാധാരണ പോലെ ഇങ്ങനെ ചൊല്ലിയാൽ മതി. പ്രൈസ് എത്രയാന്ന് പ്രൈസ് എത്തില് നോക്കട്ടെ. 175 രൂപയാണ് ഈ പുസ്തകത്തിന്. ഇതിന് എത്രയാന്ന് നോക്കട്ടെ. ഇതിന് 430 രൂപയാണ് കാണിക്കുന്നത്. അത് എത്രയാന്ന് അത് നിങ്ങൾ ഇനി അവിടെ പോയിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും വാട്ട് ഇസ് ദ നെയിം ഓഫ് സെക്കൻഡ് ബുക്ക് യു ഷോഡ്? സൗന്ദര്യ ലഹരി തിരുവോണം പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. ഇതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുരുഷ സൂക്ത അർത്ഥസഹിതം ഉണ്ട്, ഭാഗ്യസൂക്തം ഉണ്ട്, ഐകമത്യ സൂക്തം. അതായത് ഐകമത്യ സൂക്തം എല്ലാവരും ജപിക്കണം, എല്ലാവരും ഡെയിലി ജപിക്കണം ഐകമത്യ സൂക്തം. എന്തിനാന്ന് വെച്ചാല് ഈ നമ്മൾക്കിപ്പോ ഓഫീസിലാണെങ്കിലോ വീട്ടിലാണെങ്കിലോ കലഹങ്ങള്, അപ്പൊ ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, സഹോദരങ്ങൾ തമ്മിലായിക്കോട്ടെ, പിന്നെ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ആളുകൾ തമ്മിലായിട്ടൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് പോകാൻ നിങ്ങളെ സഹായിക്കും. ഇനി അവരുടെ മനസ്സിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പാകെ അസൂയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ബാധിക്കാത്ത രീതിയിൽ നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകും ഐകമത്യ സൂക്തം ഡെയിലി ജപിക്കുകയാണെങ്കിൽ. അപ്പൊ ഐകമത്യ സൂക്തം എല്ലാം ഉണ്ട്, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം എല്ലാം ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്നില്ലെങ്കിൽ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നല്ല നല്ല ആചാര്യന്മാരുണ്ട്, അവരത് ഭയങ്കര നല്ല ഭംഗിയായിട്ട് ചൊല്ലിയിട്ടിട്ടുണ്ട്. അത് ആദ്യം 1-2 പ്രാവശ്യം കേൾക്കണം, എന്നിട്ട് വേണം ഈ പുസ്തകമൊക്കെ വായിക്കാൻ. അല്ലാണ്ട് ഇത് നോക്കി അങ്ങോട്ട് പഠിക്കരുത്. എവിടെയാ മുറിക്കേണ്ടത്, അർത്ഥം ഏതൊക്കെയാ വാക്കുകൾ എവിടെയാ മുറിക്കേണ്ടതെന്നൊക്കെ നല്ല നല്ല ആചാര്യന്മാര് നമ്മുടെ യൂട്യൂബൊക്കെ അതിനു വേണ്ടിയാ യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോക്കിയിരിക്കാണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ യൂട്യൂബില് ഇതിന്റെയൊക്കെ അർത്ഥസഹിതം ഓരോ ആചാര്യന്മാര് കഷ്ടപ്പെട്ടിട്ട് ഇട്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു വ്യൂസും ഇല്ല, അതൊന്നും ആർക്കും കാണാനും വയ്യ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി അത് ചൊല്ലാൻ പഠിക്കുക. എനിക്കറിയാന്നുള്ള രീതിയിൽ ഞാനും ചൊല്ലിയിട്ടേരാം. ഞാൻ ഇതെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് എല്ലാം പഠിച്ച് മുഴുമിപ്പിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പൊ സൗന്ദര്യ ലഹരി തന്നെ ഇപ്പൊ 100 ശ്ലോകവും പഠിച്ചതിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇടാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഉണ്ടാവോന്ന് തന്നെ എനിക്കറിയില്ല. അപ്പൊ ഞാൻ പഠിക്കണ കാര്യം എനിക്കിങ്ങനെ ഭയങ്കര ത്രില്ലാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരാൾക്കെങ്കിൽ അത് നല്ലതായി വരുമല്ലോ. എനിക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് നല്ലതായിട്ടുള്ള കാര്യം അറിയുമ്പോൾ ഭഗവാനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ നല്ല രീതിക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാനും എല്ലാവർക്കും നല്ലത് വരാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ ഇത് ചെയ്യാ. അപ്പൊ ഈ സൗന്ദര്യ ലഹരി 100 ശ്ലോകവും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇടണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഞാൻ 2 ശ്ലോകം വെച്ചിട്ട് ഇടുന്നുണ്ട്. അത് ഇനി പറയരുത്, യൂട്യൂബ് ലിങ്ക് ഇടുന്നത് വേറെ ഉദ്ദേശത്തിനാണെന്ന്. ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഇതെല്ലാ ആളുകളിലും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങളത്, പിന്നെ ഇത് ഞാൻ പബ്ലിക്കായിട്ട് അത് ഞാൻ ഫേസ്ബുക്കിൽ ഇടാത്തത് ഒരുപാട് ആൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാത്തവർ ഉണ്ടാവും. ഇത് ഗുഹ്യമായിട്ടുള്ള അറിവുകളാണ്, അത് ആവശ്യക്കാരൻ തേടി വന്ന് വായിക്കണം, അറിയണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പൊ നിങ്ങളിൽ താല്പര്യമുള്ളവര് അതിന് താല്പര്യമുള്ള ആളുകൾ ഓടി വന്ന് അത് കേട്ടാ മതിയല്ലോ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഈ സൗന്ദര്യ ലഹരിനെ ഇന്റത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഒരുപാട് നല്ല നല്ല ആചാര്യന്മാര്, ഒരുപാട് നല്ല നല്ല ആചാര്യമാര് ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഏത് കേട്ടാലും മതി, നിങ്ങൾ ആരുടേത് കേട്ടാലും മതി. നിങ്ങൾക്ക് ഏതാണോ വ്യക്തമായിട്ടും നിങ്ങൾക്ക് ഏതാണോ ഹൃദ്യമായിട്ടും തോന്നുന്നത് അത് കേൾക്കുക. അപ്പൊ എന്റേത് കേട്ടില്ലേലും എനിക്ക് സാരില്ല, പക്ഷെ നിങ്ങൾ എന്തായാലും അതൊക്കെ കേൾക്കണം, അത് പഠിക്കണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അപ്പൊ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാളെ എല്ലാവരും ഏകാദശി എടുക്കാം, നിർജ്ജലായിട്ട് എടുക്കാം, പറ്റണവർ അങ്ങനെ എടുക്കുക, അല്ലാത്തവര് സാധാരണ പോലെ എപ്പോഴും എടുക്കണ പോലെ എടുക്കുക, ഒരു പ്രശ്നമില്ല. നീ അതർ കൺട്രീസിലുള്ളവര് ഇന്ത്യൻ ടൈം നോക്കിയിട്ട് അത് ആ സമയം എന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ത്യയിൽ 6:30, അത് അവിടെ എപ്പോഴാണോ വരിക ആ സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക. അതിൽ ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. കാരണം ഭഗവാൻ കാലത്തിനും സമയത്തിനും അതീതനാണ്, അത് എപ്പോഴും ഓർക്കുക. എല്ലാവർക്കും ഭഗവാന്റെയും രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ രാധാ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.